ഒരിക്കൽ ആദിശങ്കരൻ ശിഷ്യന്മാർക്കൊപ്പം ചന്ത സ്ഥലത്തുകൂടി നടക്കുകയായിരുന്നു. ഒരാൾ പശുവിനെ കയറിൽ വലിച്ചു നടക്കുന്നത് അവർ കണ്ടു. ആദിശങ്കരൻ ആ മനുഷ്യനോട് അല്പസമയം കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. തുടർന്ന് ശിഷ്യന്മാരോട് തൻ്റെ ചുറ്റിലും കൂടി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തുടർന്നു, ആരുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. പശു ഈ മനുഷ്യനുമായി ബന്ധിതനാണോ അതോ മനുഷ്യൻ പശുവിനോട് ബന്ധിതനാണോ? ശിഷ്യന്മാർ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു, തീർച്ചയായും പശു മനുഷ്യനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ യജമാനനാണ്. അയാൾ കയർ പിടിക്കുന്നു. അയാൾ എവിടെ പോയാലും പശു അവനെ അനുഗമിക്കണം. മനുഷ്യൻ യജമാനനും പശു അടിമയുമാണ്, ശിഷ്യർ പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് കാണുക. ബാഗിൽ നിന്നും കത്രികയെടുത്ത് കയർ മുറിച്ചുകൊണ്ട് ആദിശങ്കരൻ പറഞ്ഞു. ഉടനെ തന്നെ ആ പശു യജമാനിൽ നിന്നും ഓടിപ്പോയി. ആ മനുഷ്യൻ തൻ്റെ പശുവിനെ പിന്തുടർന്നു. നോക്കൂ, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശങ്കരൻ ചോദിച്ചു. യജമാനൻ ആരാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? പശുവിന് ഈ മനുഷ്യനോട് ഒട്ടും താല്പര്യമില്ല. പശു വാസ്തവത്തിൽ ഈ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥിതിയും ഇതാണ്. പശുവിനെ പോലെ നാം അകത്തേക്ക് കൊണ്ടുപോകുന്ന എല്ലാ നോൺസെൻസുകൾക്കും നമ്മിൽ താല്പര്യമില്ല. നമുക്കാണ് അതിൽ താല്പര്യം. നമ്മൾ അതിനെ എല്ലാം ഒരുമിച്ച് നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ തലയിൽ നിറച്ച എല്ലാ മാലിന്യങ്ങളോടും നമുക്ക് താല്പര്യം നഷ്ടപ്പെടുന്ന നിമിഷം, അതിൻ്റെ നിരർത്ഥക മനസ്സിലാകുന്ന നിമിഷം അത് അപ്രത്യക്ഷമാകാൻ തുടങ്ങും. പശുവിനെ പോലെ അത് നമ്മിൽ നിന്ന് രക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. മനസ്സ് ഫ്രീ ആക്കുന്നതും ടെൻഷൻ ഇല്ലാതാക്കുന്നതും തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ മാത്രം ആശ്രയിച്ചിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ, ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.